കേരളത്തിന്റെ പൊതുവായ സ്ഥിതിയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ LDFന്റെ ആത്മവിശ്വാസമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൂടുതൽ സീറ്റുകളോടെ ജനം LDFനെ സ്വീകരിക്കും എന്നതാണ് പ്രതീക്ഷ. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി പ്രത്യേക അവസ്ഥയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിന്റെ പൊതു കാര്യമാണ്. അതിലെ ജനവിധി കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവം വിലയിരുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക്. ഞങ്ങളെ ആത്മവിശ്വാസത്തിന് മതിയായ കാരണങ്ങളുണ്ടല്ലോ. നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ സ്ഥിതി പരിശോധിച്ചാൽ അത് നല്ല രീതിയിൽ തന്നെ LDFന് ആത്മവിശ്വാസം പകരുന്ന ഒന്നാണ്. അപ്പം അതിൻ്റെ ഭാഗമായി കൂടുതൽ സീറ്റുകളോടെ ജനങ്ങൾ LDFനെ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുമായി ബന്ധപ്പെട്ട് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ വിശദമായി പരിശോധിച്ച് നോക്കിയാൽ അത് പ്രത്യേകമായ അവസ്ഥയാണെന്ന് കാണാൻ കഴിയും. നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനുള്ളതാണ്. ആ കാര്യത്തിൽ നമ്മുടെ നാടിൻ്റേതായ അനുഭവം വെച്ചുകൊണ്ടാണ് ജനങ്ങൾ വിധി എഴുതുക. അതായത് ഈയൊരു വർഷത്തെയോ കഴിഞ്ഞ 5 വർഷത്തെയോ അനുഭവങ്ങൾ മാത്രമല്ല, കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവം. അത് ആളുകൾ വിലയിരുത്തുമ്പോൾ 10 വർഷം മുൻപുള്ള കേരളത്തിൻ്റെ അവസ്ഥ സ്വാഭാവികമായി. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണി, എന്തായാലും നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിലുള്ള വലിയൊരു ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ ഇടത് ജനാധിപത്യ മുന്നണി എന്ന് വേണം പറയാൻ. കേരളത്തിന്റെ പൊതുവായ സ്ഥിതിയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ LDFന്റെ ആത്മവിശ്വാസം എന്നുകൂടി പറയുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ ഭരണം ജനങ്ങൾ വിലയിരുത്തുമെന്നുകൂടി മുഖ്യമന്ത്രി വളരെ ആത്മവിശ്വാസത്തോടെയാണ് പറയുന്നത്. മറ്റ് വിവരങ്ങൾ എങ്ങനെയാണ് ഉണ്ണി? തീർച്ചയായും വാർത്താ സമ്മേളനത്തിൽ നിരവധി കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ആത്മവിശ്വാസമുണ്ട് എന്നൊരു കാര്യമാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. കൂടുതൽ സീറ്റുകൾ നേടി അധികാരത്തിലേക്ക് എത്തും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ജനങ്ങളാണ് ഞങ്ങളുടെ കനകോലു എന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. കൂടാതെ 5 വർഷത്തെ കാര്യങ്ങൾ മാത്രമല്ല, കഴിഞ്ഞ 10 വർഷത്തെ കാര്യങ്ങൾ ജനങ്ങൾ നോക്കും എന്നൊരു കാര്യമാണ് പറഞ്ഞത്. കൂടുതൽ സീറ്റുകളോടെ ജനങ്ങൾ LDFനെ അധികാരത്തിലെത്തിക്കും എന്നതാണ് പ്രതീക്ഷയെന്നും മുഖ്യമന്ത്രി പറയുന്നു. കൂടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഒരു പ്രത്യേക അവസ്ഥയാണ്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ പൊതുകാര്യമാണ്. കൂടാതെ അതിലെ ജനവിധി കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവം വിലയിരുത്തും. 10 വർഷങ്ങൾക്ക് മുമ്പുള്ള കേരളത്തിന്റെ സാഹചര്യം താരതമ്യം ചെയ്താൽ അത് LDFന് ഗുണം ചെയ്യുമെന്നൊരു ആത്മവിശ്വാസമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കൂടാതെ ഈ അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. ഇതാണ് കണക്ക്. നാടിന്റെ അനുഭവങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. കൂടാതെ ഒരു നിയമനത്തിന് ഇന്ന് കൈക്കൂലി നൽകേണ്ടി വരുന്നുണ്ടോ? നേരത്തെ പലതിനും റേറ്റുകൾ നിശ്ചയിക്കപ്പെട്ടിരുന്നു. അതിൽ മാറ്റം വന്നതിൽ LDFന് വലിയ പങ്കുണ്ട്. ഓരോ രംഗത്തും അത്ഭുതാവഹമായ മാറ്റം പ്രകടമാണ് എന്ന കാര്യങ്ങളടക്കം മുഖ്യമന്ത്രി പറയുകയുണ്ടായി. സംസ്ഥാനത്തിന്റെ വികസനവും അതോടൊപ്പം തന്നെ നേടിയ നേട്ടങ്ങളുമെല്ലാം തന്നെ മുഖ്യമന്ത്രി എടുത്തു പറയുകയുണ്ടായി. ആ രീതിയിലാണ് മുഖ്യമന്ത്രി വലിയ ആത്മവിശ്വാസം ഉണ്ട് എന്നൊരു കാര്യം കൂടി മുഖ്യമന്ത്രി പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ UDFന്റെ കാര്യങ്ങൾ എടുത്തു ചോദിക്കുകയുണ്ടായി മാധ്യമപ്രവർത്തകർ. കൂടാതെ കനകോലുവിന്റെ റിപ്പോർട്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങൾക്ക് അങ്ങനെ ആളില്ല, പക്ഷേ ജനങ്ങളാണ് ഞങ്ങളുടെ കനകോലു എന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. ആ രീതിയിൽ LDFന്റെ ആത്മവിശ്വാസം വലുത് തന്നെയാണ്. കൂടാതെ കൂടുതൽ സീറ്റുകളിൽ അധികാരത്തിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. എന്തായാലും ആളുകളുടെ അനുഭവത്തിൽ വന്ന മാറ്റങ്ങളാണ് സംസ്ഥാനം എങ്ങനെ പോകണമെന്ന് ജനങ്ങൾ തീരുമാനിക്കുന്നത്. അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. LDFന് കനകോലുമില്ല, ജനങ്ങളിലാണ് വിശ്വാസമെന്നും മുഖ്യമന്ത്രി ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും മുഖ്യമന്ത്രി വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. കൂടുതൽ സീറ്റുകൾ 110 സീറ്റുകൾ എന്ന ഒരു ഇതിലേക്ക് തന്നെ LDF പോകുന്നു എന്നതാണ് കാണേണ്ടത്. ആ ആത്മവിശ്വാസത്തിൽ ഉറച്ച് മുന്നോട്ട് പോകുന്നു എന്നത് തന്നെയാണ് കാണേണ്ടത്. ആ രീതിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കൂടാതെ അതിൽ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു AK ബാലന്റെ ഒരു പ്രസ്താവന. അത് വലിയ രീതിയിൽ കോൺഗ്രസിനുള്ളിൽ കോൺഗ്രസ് വലിയ രീതിയിൽ തന്നെ വിമർശനാത്മകമായി തന്നെ അതിനെ കാണുന്നു. വലിയ പ്രതികരണങ്ങളെല്ലാം തന്നെ നേതാക്കളുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ AK ബാലനെതിരായി തന്നെ വരുന്നൊരു സാഹചര്യമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അത് UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമിക്ക് നൽകേണ്ടി വരുമെന്നും മാറാട് കലാപം ആവർത്തിക്കുമെന്നുള്ള ഒരു AK ബാലന്റെ പ്രസ്താവനയായിരുന്നു. അതിലൊരു AK ബാലനെ തള്ളാതെയാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് എന്നതാണ് പറയേണ്ട ഒരു കാര്യം. വർഗീയത പറയുന്നവർ ആരായാലും അവരെ എതിർക്കണമെന്നും കേരള
കേരളത്തിലെ പഴയകാല അനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബാലൻ സംസാരിച്ചതെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കേരളത്തിന്റെ മുൻകാല അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ വർഗീയ ധ്രുവീകരണം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്നത്തെ കേരളമല്ല അന്നുണ്ടായതെന്ന യാഥാർത്ഥ്യമാണ് AK ബാലൻ ഓർമ്മിപ്പിച്ചത് എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ പ്രസ്ഥാനം വലിയ രീതിയിൽ വിവാദമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ വിമർശനവുമായി രംഗത്ത് വരുന്നു. ആ രീതിയിലുള്ള കാര്യമാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി ചരിത്രമടക്കം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇതിൽ ഒരു പ്രതികരണം നടത്തിയത് എന്നതാണ് കാണേണ്ടത്. കൂടാതെ വെനസ്വേലയിലെ അമേരിക്കയുടെ അധിനിവേശം, അതിലും വലിയ ഒരു വിമർശനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ആ നടപടി നികൃഷ്ടമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കൂടാതെ ഇതിൽ മൗനം പാലിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിൽ കൃത്യമായ രീതിയിൽ ഒരു പ്രതികരണത്തിന് പോലും കേന്ദ്രം തയ്യാറാവുന്നില്ല, അമേരിക്കയുടെ പേര് പോലും പറയുന്നില്ല എന്ന കാര്യമടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം എന്നതാണ് കാണുന്നത്. എന്തായാലും കേന്ദ്രത്തിനെതിരെ വലിയ വിമർശനം ഉണ്ടാവുന്നു. കൂടാതെ ഈ വലിയ നേട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നൊരു കാര്യം പറയുന്നു. കൂടാതെ AK ബാലനെ പിന്തുണയ്ക്കുന്നു. ആ രീതിയിൽ നിരവധി കാര്യങ്ങൾ മുഖ്യമന്ത്രി ഈ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. എന്തായാലും LDFനെ സംബന്ധിച്ച് LDF വലിയ ആത്മവിശ്വാസത്തിലാണോ ഉള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടി അധികാരത്തിൽ വരും. കഴിഞ്ഞ 10 വർഷത്തെ കാര്യങ്ങൾ ജനം വിലയിരുത്തും. അതാണ് UDFന്റെ ആത്മവിശ്വാസം. ജനങ്ങളാണ് LDFന്റെ ആത്മവിശ്വാസം. ജനങ്ങളാണ് LDFന്റെ കനകോലു എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ശരി ഉണ്ണി, എന്തായാലും നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിന് മുൻപുള്ള എല്ലാ ഒരുക്കങ്ങളും മുഖ്യമന്ത്രി നടത്തുന്നു, തയ്യാറെടുക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിന്റെ പൊതുവായ സ്ഥിതിയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ LDFന്റെ ആത്മവിശ്വാസം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കൂടുതൽ സീറ്റുകളോടെ ജനം LDFനെ വീണ്ടും സ്വീകരിക്കും. മൂന്നാമതും ഒരു ഇടതുമുന്നണി ജനാധിപത്യം കേരളത്തിൽ ആവർത്തിക്കുമെന്ന് തന്നെയാണ് തങ്ങളുടെ പ്രതീക്ഷ എന്നുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഒരു പ്രത്യേക അവസ്ഥയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിന്റെ പൊതുകാര്യമാണ്. അതിലെ ജനവിധി കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവം വിലയിരുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. വിവരങ്ങൾ പങ്കുവച്ചത് KC ഉണ്ണികൃഷ്ണനാണ്.